ആരാടെ ഈ ഫോട്ടോ എടുത്താ? ആരേത് ഉണ്ടാക്കിയെന്ന്? ഈ കള്ള ഹിമാ റിപ്പോർട്ട് നമ്മളെ കൈമ തന്നത് എന്റെ പോലീസ് മോനെ ഇട്ടിച്ചോന്റെ പൊക്കുകൂടി വാട്ടണം. പോടാ അവിടുന്ന്. എന്റെ ഷെഫീക്ക് മോനെ ദ്രോഹിക്കാൻ നോക്കിയത് അവരെല്ലാം കൂടി. ഈ സ്ത്രീയെ പിടിച്ചു പൊന്നു പോലീസ് മോനെ ഇവന്മാരെല്ലാം കൂടി ബീഡിന്റെ എന്തോ ഓതിട്ട് എന്നെ കൊണ്ട് പഠിപ്പിച്ചതാ. പോലീസ് സ്റ്റേഷൻ അറിയാത്തത് തന്റെ മോന്റെ കാര്യം ഞാൻ അന്നേ പറഞ്ഞാലോ. മക്കളെ നേരെ ജോലി നടത്താൻ ഒരു പോലീസുകാരനെ പറ്റൂലെങ്കിൽ തനിക്ക് എന്തിനാണ് യൂണിഫോം നടക്കുന്നത്? എത്ര കൊണ്ടാലും പഠിക്കൂലടാ. ഇവിടെ എങ്ങനെ എടുത്ത് ചത്തുപോയാലേ ഞാനിത്ര പറയൂ. ഇപ്പോഴാ സാറേ ഈ ലാത്തി കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായത്. ഇത്തവണ കൂടി നിന്നെയൊക്കെ വെറുതെ ഇടുക. പോയി രക്ഷപ്പെടെ നോക്കണ. ഇനി ആ കലിങ്ങിന്റെ അവിടെ കണ്ടല്ലോ. പൊക്കോ നാശങ്ങള്. എടി ഈ മാസം 22-ാം തീയതിയാണ് അവന്റെ നിക്കാഹ്. അവന്റെ വാപ്പ വീട്ടിൽ വന്ന് ക്ഷണിച്ചതാ. ഏതായാലും കല്യാണ പരിപാടിയായിട്ട് അവൻ രാത്രി പള്ളിയിലേക്ക് ഇറങ്ങും. അവിടെ വെച്ച് പണിയാ. അവൻ രാത്രി ഇറങ്ങിയില്ലെങ്കിലോ? പോടാ, പള്ളിയിലോട്ട് എന്തായാലും വരും. വന്നില്ലെങ്കിൽ അടുത്ത പണി എന്താന്നേ എനിക്കറിയാം. നമുക്കിത് വല്ല ടീമിനും കൊട്ടേഷൻ കൊടുത്താൽ പോരെ. ഒരു പട്ടാളക്കാരനൊക്കെ പണിയാന്ന് വെച്ചാ അതും അയാളുടെ കല്യാണ തലേന്ന് കയ്യിന്ന് പോണ കേസാ. ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും വലിയണമെങ്കിൽ വലിഞ്ഞു. ഇത് ഞാനായിട്ടുള്ള പ്രശ്നം. ഇത് ഞാൻ തന്നെ തീർത്തോളാം. എടാ കോപ്പന്മാരെ, അവൻ വേറെ മൂടില്ല. വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട. വാ, അവനൊന്ന് കൂളാക്കാം. നീ ഇങ്ങനെ കലിപ്പാവല്ലേ? നോക്കിയിട്ടൊക്കെ ചെയ്യാം. മച്ചാമാരെ, അതെ, അടിച്ചു പൊളിക്കാനുള്ള പൈസ എൻ്റെ ഉണ്ട് ഷോപ്പിലെ. ആതിരപ്പള്ളി വിട്ടാലോ? നമുക്ക് ഒന്നിച്ചു പോവാം. എന്നിട്ട് പൊളിക്കാം. എന്നിട്ട് തലേന്ന് പോകാം. എന്നിട്ട് അവിടെയാണെങ്കിൽ എൻ്റെ കമ്പനിക്കാരൻ്റെ ഒരു സ്പോട്ടും ഉണ്ട്. വാ പോലെ വാ. ഇവിടെ വാടാ.